നമസ്കാരം സുഹൃത്തുക്കളെ, കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച് 11 മുതൽ 15 വരെയുള്ളത് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്ന് അതിന്റെ പരീക്ഷയാണ്. എല്ലാവരും പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. മാർക്ക് താഴെ കമന്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും 15 ചോദ്യങ്ങളാണുള്ളത്, 15 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എന്റെ പേര് അശ്വതി. കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച് 11 to 15 എക്സാം. ആദ്യത്തെ ചോദ്യം: പുതിയ ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര. ഉത്തരം എഴുതിക്കോ. രണ്ട്, സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളം, മൂലമറ്റം, ചെങ്കുളം, ചിറ്റൂർ. 3, മുതാക്കൽ ഗോപിനാഥൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി, പുല്ലാങ്കുഴൽ, വീണ, തബല. 4, വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം? മിതാലി രാജ്, സ്മൃതി മന്ദാന, ജുലൻ ഗോസ്വാമി. ഇവരാരുമല്ല. 5, അന്താരാഷ്ട്ര ഗണിത ദിനമായി ആചരിക്കുന്നത് എന്ന്? അന്താരാഷ്ട്ര ഗണിത ദിനമായി ആചരിക്കുന്നത് മാർച്ച് 11, മാർച്ച് 12, മാർച്ച് 13, മാർച്ച് 14. 6, മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? സേതു, NS മാധവൻ, M മുകുന്ദൻ, P വത്സല. 7, 2021 കേരള എക്കണോമിക് റിവ്യൂ അനുസരിച്ച് 2019-20 കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ്? 10%, 15%, 28%, 30%. 8, ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ വ്യക്തി? കിരൺ റിജിജു, പ്രദീപ് കുമാർ റാവത്ത്, ശ്രേയസ് അയ്യർ, ദീപശിഷ് പാണ്ഡെ. 9, കൃഷി ജനകീയമാക്കുന്നതിനായി സംസ്ഥാന കാർഷിക വകുപ്പ് ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രചാരണ പദ്ധതി? കൃഷിയിടം, ഞങ്ങളും കൃഷിയിലേക്ക്, ഒരു വീട്ടിൽ ഒരു വയൽ, ഞങ്ങളും പാടങ്ങളിലേക്ക്. 10, സംസ്ഥാന സർക്കാരിന്റെ അതീവ ദാരിദ്ര്യ സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതീവ ദാരിദ്ര്യ കുടുംബങ്ങൾ ഉള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, കൊല്ലം. 11, 2022 പുറത്തു വന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം മിഷൻ ഇന്ദ്രധനുഷിന്റെ കീഴിൽ പ്രതിരോധ കുത്തിവയ്പിൽ 90.5% പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഒഡീഷ, കേരളം, ഉത്തർപ്രദേശ്, ഗുജറാത്ത്. 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യയിലെ മൂന്നാമത്തെ വാക്സിനായ കോർബെവാക്സ് വികസിപ്പിച്ചെടുത്തത്? പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ബയോളജിക്കൽ ഇ ലിമിറ്റഡ്, ഭാരത് ബയോടെക്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. 13, കാറ്റലിൻ നൊവാക്ക് ചുവടെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്? ഓസ്ട്രിയ, ഹംഗറി, ഈജിപ്ത്, ഇക്വഡോർ. 14, 2022 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി? MD വാസുദേവൻ നായർ, S ഹരീഷ്, സേതു, ബെന്യാമിൻ. 15, തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിവിധ ജില്ലകളിൽ നടപ്പാക്കുന്ന സേവന പദ്ധതി? ഞങ്ങളും തൊഴിലാളികൾ, ഒരു തൊഴിലാളിക്ക് ഒരു വീട്,
പുനർഗേഹം, തണലിടം. ഇത്രയായിരുന്നേ ചോദ്യങ്ങൾ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഡെയിലി ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഞാനിടുന്ന പഠിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ്. ഫുള്ളായിട്ടുള്ള PDF, അതായത് 2022 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫുൾ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ജോയിൻ ചെയ്തേക്കാം. ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്. വേറെ അതിന് ക്യാഷ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. എല്ലാം ഫ്രീ ആണ്. പിന്നെ അതുപോലെ കറക്റ്റ് ഈ പഠിക്കാൻ പറയുന്ന ദിവസം കറക്റ്റായിട്ട് പഠിച്ച് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പരീക്ഷകളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ദിവസത്തെയാണോ അതിനകത്തുള്ളത് ആ ദിവസങ്ങളിൽ ആ PDF നിന്ന് പഠിച്ചിട്ട് പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, പുതിയ ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം A. 2. സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? D. ചിറ്റൂരാണ്. ചിറ്റൂർ. 3. മുതാക്കൽ ഗോപിനാഥൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയാണ്. കഥകളി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 4. വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരം ആര്? ജുലൻ ഗോസ്വാമിയാണ്. ജുലൻ ഗോസ്വാമി. 5. അന്താരാഷ്ട്ര ഗണിത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര ഗണിത ദിനം മാർച്ച് 14 D. മാർച്ച് 14. 6. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? NS മാധവനാണ് ലഭിച്ചത്. NS മാധവൻ. B. 7. 2021 കേരള എക്കണോമിക് റിവ്യൂ അനുസരിച്ച് 2019-20 കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ്? 10% തൊഴിലില്ലായ്മ നിരക്ക്. 10%. A. 8. ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രദീപ് കുമാർ റാവത്ത്. B. പ്രദീപ് കുമാർ റാവത്ത്. 9. കൃഷി ജനകീയമാക്കുന്നതിനായി സംസ്ഥാന കാർഷിക വകുപ്പ് ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രചരണ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി. B. 10. സംസ്ഥാന സർക്കാരിന്റെ അതീവ ദാരിദ്ര്യ സർവേ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതീവ ദാരിദ്ര്യ കുടുംബങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. C. മലപ്പുറമാണ്. 11. 2022 പുറത്തു വന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം മിഷൻ ഇന്ദ്രധനുഷിന്റെ കീഴിൽ പ്രതിരോധ കുത്തിവയ്പിൽ 90.5% പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയാണ്. A. 12 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യയിലെ മൂന്നാമത്തെ വാക്സിനായ കോർബെവാക്സ് വികസിപ്പിച്ചെടുത്തത് ബയോളജിക്കൽ ഇ ലിമിറ്റഡ് ആണ്. B. ബയോളജിക്കൽ ഇ ലിമിറ്റഡ്. 13. കാറ്റലിൻ നൊവാക്ക് ചുവടെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്? കാറ്റലിൻ നൊവാക്ക് ഹംഗറിയാണ്. ഹംഗറി. B. 14. 2022 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? സേതുവിനാണ് കിട്ടിയത്. 2022 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതു. 15. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിവിധ ജില്ലകളിൽ നടപ്പാക്കുന്ന സേവന പദ്ധതിയാണ് ഒരു തൊഴിലാളിക്ക് ഒരു വീട് എന്ന പദ്ധതി. ഒരു തൊഴിലാളിക്ക് ഒരു വീട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കറക്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നൊക്കെ എല്ലാവരോടും ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്